ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇതാ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് മാവ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡ് ആയതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.